അതിലേറ്റവും പ്രധാനി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രിയാകാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾക്ക് മന്ത്രിയാകാൻ പാടില്ലാഴികയില്ല. പി ജെ ജോസഫിൻ്റെ പുത്രൻ തൊടുപുഴ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ശ്രീ ചാണ്ടി ഉമ്മൻ അടുത്ത തവണയും പുതുപ്പള്ളിയിൽ മത്സരിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി 1977 32ാമത്തെ വയസ്സിലാണ് അന്നത്തെ തൊഴിൽ ഭവന നിർമ്മാണ മന്ത്രിയായി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ചാണ്ടി ഉമ്മന് ഇപ്പോൾ 39 വയസ്സുണ്ട്. അതുകൊണ്ട് രണ്ടായിരത്തി 2026 വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തിൻ്റെ ചിത്രം എന്തായിരിക്കും? കോട്ടയത്ത് നിന്ന് ഭാവിയിൽ മന്ത്രിസഭയിലേക്ക് എത്താൻ കെൽപ്പുള്ള സാധ്യതയുള്ള നേതാക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പിക്ചറുണ്ടോ? കോട്ടയത്ത് നിന്ന് UDF അധികാരത്തിലേക്ക് വന്നാൽ പല ആളുകൾ മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട്. അതിലേറ്റവും പ്രധാനി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രിയാകാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. ആരാകും, അതായേ തീരൂ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായമൊന്നുമില്ല. ആകാം. അല്ലാതെ കോട്ടയത്തെ 9 MLA-മാരിൽ 4 MLA-മാർ UDF-ൻ്റെ കൂടെ ഉണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് അംഗസംഖ്യ വർദ്ധിക്കും. കഴിഞ്ഞ തവണ ജയിച്ച പല ആളുകളും LDF-കാർ തോക്കുമെന്നല്ല, തോപ്പിക്കും. അതുകൊണ്ട് UDF കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തും. അങ്ങനെ ജയിച്ചു വരുന്ന ആളുകൾക്ക് മന്ത്രിയാകാൻ കഴിയുന്ന പല ആളുകളും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഈ മോൻസ് ജോസഫ്, അതുപോലെ യുവനിരയിൽ ചാണ്ടി ഉമ്മൻ, അങ്ങനെ പല പല ഏജ് കാറ്റഗറിയിലുള്ള മികച്ച നേതാക്കളുള്ള ഒരിടമാണ് കോട്ടയം. ഒരു മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത ഒരിടമാണ്. കോൺഗ്രസിൻ്റെ ഇടമാണെന്ന് പൊതുവേ കേരളത്തിലൊരു സംസാരമുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ കോട്ടയത്തെ എത്രത്തോളം പരിഗണിക്കുമെന്നാണ് തോന്നുന്നത്? മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾക്ക് മന്ത്രിയാകാൻ പാടില്ലാഴികയില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ PJ ജോസഫ് മത്സരിക്കുന്നില്ല എങ്കിൽ PJ ജോസഫിന് തൊട്ട് താഴെ നിൽക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനി മോൻസ് ജോസഫ് തന്നെയാണ്. അത് അദ്ദേഹം മന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ PJ ജോസഫിൻ്റെ കൂടി അനുഗ്രഹാശിസുകൾ വേണം. അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. PJ ജോസഫ് മത്സരിക്കുന്നില്ല എങ്കിൽ PJ ജോസഫിൻ്റെ പുത്രൻ തൊടുപുഴയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മറ്റവരെ പറ്റി പറഞ്ഞാൽ ശ്രീ ചാണ്ടി ഉമ്മൻ അടുത്ത തവണയും പുതുപ്പള്ളിയിൽ മത്സരിക്കും. അത് സാധാരണ ഒരു കീഴ്വഴക്കം പോലെ നടക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട്. മത്സരിക്കും, ജയിക്കും. ജയിച്ചാൽ മന്ത്രിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി 1977 32ാമത്തെ വയസ്സിലാണ് അന്നത്തെ തൊഴിൽ ഭവന നിർമ്മാണ മന്ത്രിയായി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ചാണ്ടി ഉമ്മന് ഇപ്പോൾ 39 വയസ്സുണ്ട്. അതുകൊണ്ട് ഈ 39 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് KSUമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചെന്ന് അവിടുത്തെ കോളേജിലെ ചെയർമാനാകുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള മറ്റ് പോസ്റ്റുകൾ പലതും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ചില ആളുകൾ വരുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ വരാവുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ എന്ന കാര്യവും എനിക്ക് തർക്കമൊന്നുമില്ല. ഇതൊക്കെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്, അല്ലെങ്കിൽ അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി നിർദ്ദേശത്തോടുകൂടി ഹൈക്കമാൻഡ് അംഗീകരിക്കും. അതുകൊണ്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല.
മറ്റ് പല നേതാക്കന്മാർ ഇവിടെ ഉണ്ടായെങ്കിൽ മറ്റാളുകളെയൊന്നും ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല വരും എന്ന്. എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഈ പോയ വർഷങ്ങളിലെല്ലാം കോട്ടയത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ മന്ദഗതിയിലാവുന്നു എന്ന വിധത്തിൽ ഒരിക്കൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കോട്ടയത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള വികസന പദ്ധതികളായിക്കോട്ടെ, ആനുകൂല്യങ്ങളായിക്കോട്ടെ, എന്തുകൊണ്ടോ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് അതിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ല. അത്തരത്തിലൊരു തോന്നലുണ്ടോ യു ഡി എഫിനോ കോൺഗ്രസിനോ? കോട്ടയത്തോടുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവഗണന എന്നുള്ളത് സത്യമാണോ മൊത്തത്തിലെ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ? എൽ ഡി എഫുകാർ ഒരു കാലഘട്ടത്തിൽ വികസനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടത്തിയിട്ടില്ല. സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ ടി കെ രാമകൃഷ്ണൻ 16 വർഷക്കാലം കോട്ടയത്തിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം കോട്ടയത്തിന് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു വലിയ വികസനത്തെ പറ്റി ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ സി പി എമ്മിൻ്റെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും കഴിയുമോ? അദ്ദേഹം അവിടെ അതുണ്ടാക്കി, ഇവിടെ ഉണ്ടാക്കി, ഇതുണ്ടാക്കി, പാലം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ പാലമൊക്കെ, കുമരകത്ത് പാലം ഉണ്ടാക്കിയെന്ന് പറയുന്നത് 2 തെങ്ങിൻതടി വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറേ മണ്ണ് 2 ഓലക്കീറി മുടഞ്ഞ് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണ് ഇട്ടതിന് ശേഷം പാലം ഉണ്ടാക്കിയത്. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാലം എല്ലാം പോയി, മഴ പെയ്തപ്പോഴത്തേക്ക് മണ്ണും പോയി, എല്ലാം പോയി. തോട് കുമരകത്തെ ഇത്രയും വൃത്തിഹീനമാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ടി കെ രാമകൃഷ്ണനാണ്. ചില ആളുകളുടെ ചില പ്രദേശങ്ങളിലേക്കെല്ലാം ചെന്ന് അദ്ദേഹം തോടിൻ്റെ മുകളിൽ കരിങ്കുണ്ടാക്കി കൊടുത്തു. ചെറിയ തുക കരിങ്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ തോട്ടിൽ കൂടെ പിന്നെ വാഹന ഗതാഗതം ഇല്ലാതെയായി. ബോട്ട് പോവുകയില്ല, വള്ളങ്ങൾ പോവുകയില്ല, ഒന്നും പോവുകയില്ല, അങ്ങോട്ടും പോവുകയില്ല, ഇങ്ങോട്ടും പോവുകയില്ലാത്തൊരു പരിവുണ്ടായി. അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ വരുന്ന ആ പാലത്തിലെല്ലാം വേസ്റ്റ് അടിക്കുന്നു, പായൽ വന്നടിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ പണ്ട് കാലത്ത് ഇവിടെ നിന്ന് വരുന്ന ഈ പറയുന്ന പായലും എല്ലാം വന്ന് നമ്മുടെ അറേബ്യൻ കടലുമായി ബന്ധപ്പെട്ട്, വേമ്പനാട്ട് കയറ്റുന്ന അറേബ്യൻ കടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓര് വരുമ്പോൾ, അല്ലെങ്കിൽ ഉപ്പുവെള്ളം വരുമ്പോഴേക്കും അതെല്ലാം അടിഞ്ഞ് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു നടപടി പണ്ട് കാലത്തുണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാതാക്കിയത് ടി കെ രാമകൃഷ്ണനാണ്. അതാരൊക്കെ നിഷേധിച്ചാലും ഞാൻ പടിഞ്ഞാറൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളെ എന്ന നിലയിൽ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ ഉപ്പുവെള്ളമൊക്കെ കയറി വരുന്നതും ആ ഉപ്പുവെള്ളത്തിൽ കൂടെ കുളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഉപ്പുവെള്ളം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് എനിക്കറിയാം. കൃഷി ഇവിടെ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള സോഡാ കുപ്പിയുടെ കഴുത്ത് വെട്ടിവെച്ചതുപോലെ ഇവിടെ ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇല്ലാതാക്കി. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ടി കെ രാമകൃഷ്ണനും 16 വർഷക്കാലം ഇവിടെ MLA ആയിട്ട് എന്ത് ചെയ്തു? ഇനിയിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ അടുത്ത അതിനുശേഷം വന്ന ഇവിടെ പല MLA-മാരുണ്ടല്ലോ, ആ പല MLA-മാരിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു? ഒറ്റ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏതാണ്ട് 3 വർഷമായിട്ടൊരു പാലം, ചെറിയ പാലം, ഒരു ചെറിയ കലം കൊണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഉണ്ടാക്കിയില്ല. 6 മാസം കൊണ്ട് തീർക്കുന്നത് ഇതേവരെ ഇല്ല. ആരുടെ കുഴപ്പമാണ്? മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ ആളെന്നാണ് പറയുന്നത്. എന്താ നടക്കാത്തത്? അതുകൊണ്ട് ഇവിടെ വികസനമൊന്നും അവർ നടത്തുകയില്ല. വികസനം നടത്താൻ ശ്രമിക്കുന്നവരെ എല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പണം കൊടുക്കാതെ കോടതി ഇടപെട്ടിട്ട് പോലും അതിനുള്ള എതിരായ നടപടി സ്വീകരിച്ചാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഗവൺമെൻറ് മാറിയാൽ ഇവിടെ നടത്തേണ്ടുന്ന പല കാര്യങ്ങളും നടത്തും. അത് നടത്താൻ ഇവിടുത്തെ MLA-ക്ക് അറിയാം. ഇവിടുത്തെ ജനങ്ങൾ അതിന് പിന്തുണ കൊടുക്കും എന്നുള്ള കാര്യവും തർക്കമൊന്നുമില്ല.